അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലാണ്. ഈ അമൽ നിങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് എന്തു തന്നെ ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡുകൾ മാത്രം സമയം മതി. അതായത് ഈ ദിക്ർ നിങ്ങൾ വെറും 3 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മിന്നൽ വേഗത്തിൽ നിറവേറ്റിത്തരും. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും. നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വേഗത്തിൽ നിറവേറ്റിത്തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ ഗ്രന്ഥങ്ങളിൽ കുറിച്ചിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈദ് ദിവസമാണ്, അതായത് പെരുന്നാൾ ദിവസമാണ് ഇന്നത്തെ ദിവസം. നമുക്കറിയാം, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിവസങ്ങളുടെ കൂട്ടത്തിൽ നേതാവായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അല്ലാഹു സുബ്ഹാനഹു തആല ദുആക്ക് ഇജാബത്ത് പ്രത്യേകം നൽകിയ ഒരു ദിവസമാണ്. നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളിയാഴ്ച ദിവസം പെരുന്നാളാണ് എന്ന് പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ സന്തോഷങ്ങളും നൽകുന്ന ദിവസമാണ്. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി കൊടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിശ്വാസിയുടെ പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, നിങ്ങൾ അസറിൻ്റെ ശേഷം ഞാൻ ഈ പറഞ്ഞു തരുന്ന അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റായ ഈ ദിക്ർ നിങ്ങൾ വെറും 3 വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുന്നത്, അത് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് മിന്നൽ വേഗത്തിൽ നിറവേറ്റിത്തരും. അതിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം, വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറ്റവും മഹത്വമുള്ള സമയം അത് അസറിൻ്റെ ശേഷമാണ്. ജുമാ കഴിഞ്ഞ് അസറിൻ്റെ ശേഷമാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നമ്മുടെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ എളുപ്പത്തിൽ സ്വീകരിക്കാൻ കാരണമാകുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമുള്ള സമയം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റായ ഈ ചെറിയ ദിക്ർ നിങ്ങൾ വെറും 3 വട്ടം സെക്കൻഡുകൾ മാത്രം സമയം ചിലവഴിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാണ്. നിങ്ങൾ എത്ര തന്നെ തിരക്കുള്ള ആളുകളാണെങ്കിലും, ഏത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും, ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടുക്കള ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഈ ദിക്ർ ആ സ്ഥലത്ത് നിന്ന് ഒരു 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ മറക്കല്ലേ. സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാം. മെൻസസ് ആണെങ്കിലും ഈ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാം. അത് യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് മെൻസസ് ഉള്ള സ്ത്രീകളും അല്ലാത്തവരുമൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും
അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടിത്തരട്ടെ. സാമ്പത്തിക ഐശ്വര്യം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉന്നത വിജയം നൽകട്ടെ. ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി ലോകത്ത് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ബറക്കത്തോടു കൂടി അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ട് ജീവിക്കാനാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നമുക്ക് എല്ലാ മേഖലകളിലും നല്ല ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാനൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത്യാവശ്യമാണ്. റഹ്മത്തില്ലാതെ ആർക്കും തന്നെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല. അതായത് നമ്മൾ ശ്വസിക്കുന്ന ഈ വായു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, സകലതും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയൊരു റഹ്മത്താണ്. അതുകൊണ്ട് തന്നെ ആ റഹ്മത്ത് നമുക്ക് നിർബന്ധമാണ് ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ. എന്തിനേറെ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മോശം സൃഷ്ടിയായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പോലും ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ആർക്കും തന്നെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുപാട് റഹ്മത്തുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ചില റഹ്മത്തുകൾ ലഭിച്ചില്ല. ചില ആളുകൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായിട്ട് ഐശ്വര്യമില്ലാത്തവരുണ്ട്, ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, കുട്ടികളില്ലാത്തവരുണ്ട്, വിവാഹം ശരിയാകാത്തവരുണ്ട്, സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഉള്ള ജോലിയിൽ ശമ്പളം കുറവായവരുണ്ട്, സമ്പത്തിൽ ബറക്കത്തില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാ കാര്യങ്ങളിലും തടസ്സം നേരിടുന്നവരുണ്ട്, ഒരു കാര്യവും ശരിയാകാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകാത്ത റഹ്മത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ നിങ്ങൾ പതിവായി ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കാവശ്യമായ മരണം വരെയുള്ളതും അതുപോലെ നാളെ പരലോകത്തിൽ വേണ്ടതും എല്ലാ അനുഗ്രഹങ്ങളും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ചൊരിഞ്ഞു നൽകും. അതുപോലെ ഈ ഒരു ദിക്ർ ദിവസവും ഒരു 100 പ്രാവശ്യമെങ്കിലും പതിവായി ചൊല്ലുന്ന ആളുകൾ, ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഈ ദിക്ർ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് അവരുടെ നന്മകൾ തൂക്കുന്ന സമയത്ത് നന്മയുടെ ഭാരം തുലാസ് തൂങ്ങുന്നില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നിങ്ങൾ ഈ ദിക്ർ ധാരാളം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയത് കാരണം നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കുകയും നിങ്ങളുടെ നന്മയുടെ തുലാസിൻ്റെ ഭാഗം തൂങ്ങുകയും അത് കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാവുകയും ചെയ്യും. അതായത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുകയും നമ്മുടെ നന്മ അധികരിക്കുകയും ചെയ്യും ഈ ദിക്ർ നമ്മൾ ധാരാളം ചൊല്ലുന്നത് കൊണ്ട്. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട മഹത്വമേറിയ ഒരു ദിക്റാണ് ഇത്. ഇനി ഏതാണ് ആ ദിക്ർ എന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയുന്നൊരു ദിക്റാണ്, ചൊല്ലാൻ തന്നെ വലിയ രസമുള്ള, ചൊല്ലുമ്പോൾ തന്നെ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു ദിക്റായ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ.
ഈ ദിക്റാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസ്റിൻ്റെ ശേഷം വെറും 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പറയേണ്ടത്. മാത്രമല്ല നിത്യവും നിങ്ങൾ ഇത് പതിവാക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കിടക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം വരും. മറ്റെല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാത്തുരക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും. എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാത്തുരക്ഷിക്കും. എല്ലാ അപകടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, സിഹറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, നാക്കേറിൽ നിന്നും, അസൂയാലുക്കളിൽ നിന്നും, ചതിയന്മാരിൽ നിന്നും, വഞ്ചകരിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാത്തുരക്ഷിക്കും. ആർക്കും തന്നെ നിങ്ങളെ കളിയാക്കാനോ പരിഹസിക്കാനോ താഴ്ത്തിക്കെട്ടാനോ സാധിക്കില്ല. എല്ലാവിധത്തിലും നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ തൊടുന്നതും തുടങ്ങുന്നതും നിങ്ങൾ തൊട്ടതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഉന്നത വിജയം നൽകും. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല ബർക്കത്ത് ചെയ്യും. മാത്രമല്ല ഈ ദിക്ർ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ ആയതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായിരിക്കും. അത് കാരണം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ അവൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാൻ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയത് കാരണമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ കഴിയുന്നതും എല്ലാ ദിവസവും നിങ്ങൾ ഇതൊരു 100 പ്രാവശ്യം ചൊല്ലുക. 1000 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ നിങ്ങൾക്ക് കഴിയുന്നത് ചൊല്ലുക, ധാരാളം അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? റഹ്മത്ത് ചെയ്യുന്നവനിൽ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനെ, കരുണ ചെയ്യുന്നവനിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനെ എന്നാണ് ഈ ഒരു ദിക്റിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഒരു ദിക്ർ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വെറും 3 വട്ടം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് ഏത് സമയത്തും ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യാം. എന്നാൽ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ ചൊല്ലുക. പ്രധാനമായിട്ടും ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് അസ്റിൻ്റെ ശേഷം അതുപോലെ ഇശാ മഗ്രിബിൻ്റെ ഇടയിലൊക്കെ ഇത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. വെറും 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അതുപോലെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമൊക്കെ ഇതിൽ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം നൽകും. ഒരുപാട് മഹാന്മാരായ ഉലമാക്കൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ പാതിരാത്രി സുബഹിക്ക് സമയത്തൊക്കെ ഈ ദിക്ർ നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക. എന്നാൽ ഏത് ആവശ്യവുമായിക്കോട്ടെ, ഒരിക്കലും നിങ്ങൾക്ക് നടക്കില്ല, നിങ്ങൾക്കതിന് സാധിക്കില്ല, നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ പോലും, മറ്റുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ പോലും, നിനക്കതിനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നടത്തി തരും. അവന് നമുക്ക് നടത്തി തരാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം നമ്മെയും നമുക്ക് നടന്നു കിട്ടാനുള്ള ആഗ്രഹങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു തആലയാണ് പടച്ചത്. അവന് എല്ലാം നമുക്ക് നിറവേറ്റി തരാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ആവശ്യമാണെങ്കിലും അത് മിന്നൽ വേഗത്തിൽ നിങ്ങൾക്ക് നിറവേറിക്കിട്ടാൻ നിങ്ങൾ ഈ ഒരു ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏറ്റവും ഉത്തമം ചുരുങ്ങിയതൊരു 1000 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് ഇരട്ടിയാണ്. അതിന് കഴിയാത്തവരാണ് ചുരുങ്ങിയതൊരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക. എന്നാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും.
അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഈ ദിക്ർ നമുക്ക് ജീവിതത്തിൽ പതിവായി ചൊല്ലാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വലിയ വിജയം നൽകട്ടെ, രക്ഷ നൽകട്ടെ. നമ്മുടെ മുറാദ് അള്ളാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും കടങ്ങളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആഖിറത്തിൽ അള്ളാഹു വിജയം നൽകട്ടെ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒത്തുചേരാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.